ഹരേ കൃഷ്ണ. സുന്ദരകാണ്ഡത്തിൽ സീതാഹനുമൽ സംവാദം എന്നുള്ള ഭാഗമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ പോകുന്നത്. ഓം ശ്രീരാമചന്ദ്രായ നമോ നമ. ഉഷസി നിശചരികൾ ഇവരുടലെ മമ ഭക്ഷിക്കും, ഉറ്റവരായിട്ടൊരുത്തരുമില്ലമേ. മരണമിഹ വരുവതിനും ഒരു കഴിവ് കണ്ടീല, മാനവ വീരനു എന്നെ മറന്നിതു. കളവിനിഹ വിരവിനോട് ജീവന് മധ്യ ഞാൻ, കാകുൽസ്ഥനും കരുണാഹീനനത്രയും. മനസ്സി മുഹുരിവ പലത് ഓർത്തു സന്താപേന, മന്ദം മന്ദം എഴുന്നേറ്റു നിന്നാകുലാൽ. തരളതര ഹൃദയമോട് ഭർത്താര ഓർത്തു ഓർത്തു താണു കിടന്നോരു ശിംശവാശാഖയും. സഭയ പരവശതരളമാലംബ്യ ബാഷ്പവും സന്തതം വാർത്തു വിലാപം തുടങ്ങിനാൾ. നേരം വിളകുമ്പോൾ ഉറ്റവരും ഉടയവരുമില്ലാത്ത എന്നെ രാക്ഷസ സ്ത്രീകൾ ഭക്ഷണമാക്കും. മരണത്തിന് പോലും എന്നെ വേണ്ടാതായി. എൻ്റെ പ്രാണനാഥനും എന്നെ മറന്നിരിക്കുന്നു. ശ്രീരാമദേവൻ ഇത്രയും കരുണയില്ലാത്തവനായിപ്പോയോ? ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ഇങ്ങനെ പലതും ചിന്തിച്ച സീതാദേവി ദുഃഖത്തോടെ പതുക്കെ എഴുന്നേറ്റ് നിന്നു. താണു കിടക്കുന്ന ശിംശവാവൃക്ഷക്കൊമ്പിൽ പിടിച്ചുകൊണ്ടു വിലാപം തുടങ്ങി. പവന സുതനിവ പലവും ആലോക്യ മാനസേ പാർത്തു, പതുക്കെ പറഞ്ഞു തുടങ്ങിനാൻ. ജഗതമല നയന രവിഗോത്രേ ദശരഥൻ, ജാതനായാനവൻ തന്നുടെ പുത്രനായി രതിരമണ തുല്യരായി 4 പേരുണ്ടിതു. രാമഭരത സൗമിത്രി ശത്രുഘ്നന്മാർ. ഇതെല്ലാം വൃക്ഷക്കൊമ്പിൽ മറഞ്ഞിരുന്ന് കണ്ട ഹനുമാൻ ഇനിയും താമസിക്കുന്നത് ഉചിതമല്ലെന്ന് കരുതിക്കൊണ്ടു രാമചരിതം പറയാൻ ആരംഭിച്ചു. സൂര്യവംശത്തിലെ ദശരഥ രാജാവിന് രാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിങ്ങനെ മന്മഥ തുല്യരായ 4 പുത്രന്മാർ പിറന്നു. രജനി ചരകലകുലനിധന ഹേതുഭൂതൻ പിതുരാജ്ഞിയാ കാനനം തന്നിൽ വാണിയിടിനാൻ. ജനകനൃപസുതയും അവരജനുമായി സാദരം ജാനകീ ദേവിയെ തത്ര ദശാനനൻ. കപടയതിവേഷമായി കട്ടുകൊണ്ടിടിനാൻ. കാണാഞ്ഞു ദുഃഖിച്ചു രാമനും തമ്പിയും. വിപിനഭുവി വിരവോട് തിരഞ്ഞു നടക്കുമ്പോൾ വീണ് കിടക്കും ജടായുവിനെ കണ്ടു.